2026 ഞാൻ ആദ്യമായിട്ട് കേട്ട കാര്യമാണ് കേട്ടോ. പീപ്പിൾ വിൽ സീ ദ സ്റ്റാർ ബട്ട് ദേ വോണ്ട് സീ ദ സ്കാർ. ഞാനൊരു ചെറിയ ഓൺലൈൻ ബൊട്ടിക്ക് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൽ ചെയ്യുന്നവർക്ക് ചില ടിപ്സാണ് കേട്ടോ. ഞാൻ വലിയൊരു സംഭവമൊന്നുമില്ല, എന്നാൽ ഞാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ്. ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് അതിനൊരു മൂലധനം ആദ്യം കണ്ടുവെക്കണം. ചെറുതാണേലും വലുതാണേലും കേട്ടോ. ചിലപ്പോൾ നമുക്ക് 50,000 രൂപയൊന്നും മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടുവെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ക്വാളിറ്റി വൈസ് കുറച്ച് നല്ല ക്വാളിറ്റി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതായിരിക്കും കുറച്ച് പോകാൻ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള പർച്ചേസിങ് നടത്തുക. പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് പോകാൻ പറ്റുന്നതെന്നുള്ളത് അതും തീരുമാനിക്കുക. ചിലപ്പോൾ ആദ്യം നമുക്ക് ബാംഗ്ലൂരോ ബോംബെയോ ഒന്നും പോയി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള കടകൾ കണ്ട് പിടിക്കുക. പിന്നെ ഞാൻ രണ്ടാമത്തെ കാര്യം, നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം പെയിൻ ഒരു കാര്യത്തിൽ ഇടുന്നുണ്ടെന്ന് അവർക്ക് കൂടെ മനസ്സിലാക്കാൻ പറ്റും. അതെപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ട്, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ തുണി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതും അതിന് വില നിശ്ചയിക്കുന്നതും അത് അടുക്കി വയ്ക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളും അതുപോലെ സഹിച്ചാനും ഒക്കെ, അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഒക്കെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തുണി ഇന്ന് നമ്മൾ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്ത് അത് വില നിശ്ചയിച്ച് നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കണം. അല്ലാതെ അത് വെച്ചിരുന്ന് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് വെക്കരുത്. ഉടനെ തന്നെ സ്റ്റോക്ക് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കൊണ്ടുവരുന്ന സാധനം പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആവും. ചിലപ്പം ക്രിസ്മസ് ടൈമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ടൈമിൽ മാത്രമേ നമുക്കത് വിറ്റഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് നടന്നെന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ എടുത്ത് സ്റ്റോക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ 24 hours നമ്മൾ ചെയ്യേണ്ട ഒരു ജോലി കേട്ടോ. നമുക്കൊരു ടൈം ബോണ്ടായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഇന്ന് 9 to 5 ഒന്നും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് കസ്റ്റമർ ഏത് സമയത്ത് നമ്മളെ ബന്ധപ്പെടും, നമുക്ക് തുണി ആവശ്യപ്പെടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് 24 hours ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കൊടുക്കാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സൊക്കെ ഒത്തിരി വളർന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഓട്ടോമേഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെപ്പോലെ ഇപ്പോൾ തുടങ്ങിയവർ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മൂലധനം കാണണം, നമ്മൾ തന്നെ പോയി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ നമ്മുടെ ഫാമിലി ഇൻവോൾവ് ചെയ്ത് നമുക്ക് സപ്പോർട്ടാണെങ്കിൽ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു പീരീഡ് ഓഫ് ടൈമാണ്, ആ പീരീഡ് ഓഫ് ടൈമിൽ തന്നെ അത് വിറ്റ് അഴിക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഒരു കസ്റ്റമറിന് നമ്മൾ സാധനം അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലും നിങ്ങളുടെ ഓൺലൈൻ സെഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏതൊക്കെ തുണി വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റും. എന്ത് തരം മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളത്, അതിൻ്റെ കളേഴ്സ്, ഏതൊക്കെ പാറ്റേൺസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റും. തേർഡ് ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെ വിവര കണക്കുകൾ, എത്ര വിലയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്തിടാൻ പറ്റും. ഫോർത്ത് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ബ്ലൂപ്പേഴ്സ് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് ചെയ്യുമ്പോഴത്തേന് അതെങ്ങനെയാണ് അതിൻ്റെ പുറകിൽ എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ കസ്റ്റമേഴ്സുമായിട്ടൊരു നിരന്തരമായിട്ടൊരു ബന്ധം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്തിട്ട്, അതായത് നമ്മൾക്കൊരു പെയിൻ ഉണ്ടാവുമല്ലോ, ഈ പെയിൻ നമ്മൾ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പം ഫോർത്ത് ഡേ അവരറിയാതെ നിങ്ങളുടെ കസ്റ്റമറായി മാറും. അപ്പോൾ ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു ടെക്നിക്കാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എപ്പോഴും നമ്മൾ ചീപ്പായിട്ട് അവൈലബിൾ ആണെന്നുള്ളൊരു ടാഗ് ലൈനിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ചിലപ്പം കോംപ്രമൈസ് ചെയ്യപ്പെടും. ഞാൻ എൻ്റെ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിറ്റ് പോകാൻ നമുക്കൊരു വിശ്വാസയോഗ്യതയുണ്ട്. വിശ്വാസത്തിൽ നമ്മൾ എടുക്കേണ്ട കസ്റ്റമേഴ്സ്, അത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കസ്റ്റമർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു നേരം അവർ വാങ്ങിക്കുന്നത് മാത്രമല്ല, അവരുമായിട്ടൊരു ബന്ധമാണ് നിങ്ങളവിടെ സ്ഥാപിക്കുന്നത്. അതായത് അവർക്കൊരു ഫോളോ അപ്പ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കസ്റ്റമറിനെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരെ ശല്യമായി മാറരുത് അവർക്ക്, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഒരു ഫീഡ്ബാക്ക് എപ്പോഴും അവരിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കുക.
ക്വാളിറ്റിയുള്ള ബാഗ്, അത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമ്മൾ പാക്കിങ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കസ്റ്റമൈസ്ഡ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് കവറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ താങ്ക് യു കാർഡോ അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതൊന്നും ഉടനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് മെല്ലെ ചെയ്താലും മതി. പിന്നെ അതുപോലെ ഇനി രജിസ്ട്രേഷൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം, ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇവിടുന്ന് വാട്സപ്പ് മുഖേനയായിരിക്കും നമുക്ക് ഓർഡർ കിട്ടുന്ന എടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരാണ്, പല രീതിയിലുള്ളവരാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും ഒരേ രീതിയിലുള്ള രീതിയിലുള്ള പെരുമാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പം നമ്മളെപ്പോഴും അവരുടെ ഇന്ന് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ രീതിയിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒന്ന് പൊളൈറ്റായിട്ടൊക്കെ നമ്മൾ ഓർഡർ എടുക്കാനും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുക. എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ അറിവിലുള്ളൂ. ഇതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ അത് എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അത് എനിക്കും കൂടെ പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെന്താ, ഇതിങ്ങനെ ചെയ്യുന്നവർ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് പല കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്, പല കാര്യങ്ങളും എനിക്ക് അറിയില്ല. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ട് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം നേടുന്നുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അടുത്ത എപ്പിസോഡ്സിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.